ഒരിക്കലും അദ്ദേഹം അധികാര പദവികൾ ചോദിച്ചു വാങ്ങിയിരുന്നില്ല. പ്രധാനമന്ത്രി പദം ഉൾപ്പെടെ വന്നു ചേർന്നതായിരുന്നു. ബസന്ത്, നമ്മൾ പറയാറുണ്ട് 2004 മുതൽ 2014 വരെയുള്ള അദ്ദേഹത്തിൻ്റെ ആ 10 വർഷം ഒരുപക്ഷെ ചരിത്രം അടയാളപ്പെടുത്തുക എങ്ങനെയാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എന്നെ ഹിസ്റ്ററി വളരെ കൈൻഡ്നെസ്സോടുകൂടി എന്നെ അടയാളപ്പെടുത്തുമെന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. നിരവധി ഭരണ പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്, നമ്മുടെ മുന്നിൽ അതുമുണ്ട്. രാഷ്ട്രീയ പ്രസംഗങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഫോട്ടോയായിരുന്നില്ല. ജനങ്ങളെ, ആൾക്കൂട്ടങ്ങളെ ഇളക്കി മറിക്കുന്ന രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കപ്പുറം അവധാനതയോടെയുള്ള നയപരിപാടികൾ, അതായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ ശൈലി. തീർച്ചയായും മൻമോഹൻ സിംഗിനെ സംബന്ധിച്ച് നമുക്ക് നേരത്തെ പറയാൻ കഴിയുന്നത് അദ്ദേഹം ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ശോഭിച്ചില്ല എങ്കിലും ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്, അതിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് അദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നമ്മളിപ്പോൾ അംഗീകരിച്ച് കൊടുത്താൽ മാത്രമേ കഴിയുകയുള്ളൂ. പലരും വലിയ നേട്ടങ്ങളൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് മൻമോഹൻ സിംഗിൻ്റേതായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ ധനകാര്യ വൈദഗ്ധ്യം, ഒരു എക്കണോമിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഈ രാജ്യത്തേക്ക് പഠിച്ചിരുന്നു. ഒരുപക്ഷെ ഉറങ്ങിക്കിടന്ന ഒരു സാമ്പത്തിക ശക്തിയെ അദ്ദേഹം വിളിച്ചുണർത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഇന്ത്യ പോലൊരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ശക്തി എന്താണ് എന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്തത് മൻമോഹൻ സിംഗിൻ്റെ നയങ്ങളായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വലിയ തോതിൽ അദ്ദേഹം വിമർശനം കേട്ടിരുന്നു.